ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രൈസെപ്പിനെ ട്രെയിൻ ചെയ്യണതിനെ പറ്റി വീഡിയോ ഇറക്കാൻ. സോ ഹിയർ ഇറ്റ് ഈസ്. ഇന്ന് ഈ ആഴ്ച ബ്രോ സ്പ്ലിറ്റാണ് ചെയ്യണത് ഞാൻ. എനിക്ക് അടുത്ത ആഴ്ച ഒരു എക്സാം ഉണ്ട്. സോ എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് പഠിക്കാൻ പറ്റണേ. അതുകൊണ്ട് തന്നെ ഇന്ന് ആം ഡേ ആണ്. ഞാൻ യൂഷ്വലി ബൈസും ട്രൈസും ഇൻ്റർചേഞ്ച് ചെയ്താൽ ചെയ്യാറ്. സോ ഇന്ന് ആദ്യം ഞാൻ ട്രൈസെപ്പ് ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ കാണിക്കാം, കാരണം അതിൻ്റെ ബേസ് ചെയ്തിട്ടാണല്ലോ വീഡിയോ. സോ ഫസ്റ്റ് എക്സസൈസിലേക്ക് മൂവ് ചെയ്യാം. ഇത് ഞാൻ ചെയ്തിട്ടില്ല അത്യാവശ്യം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ ഷിഫ്റ്റ് ആയത്. അടിപൊളി മൂവ്മെൻ്റ് ആണ്. ചിലവർ ലൈക്ക് JM പ്രസ് എന്നും പറയും, നമ്മൾ കോമൺ ടേംസിൽ ക്ലോസ് ഗ്രിപ്പ് പറയും. ഞാൻ പറഞ്ഞു ക്ലോസ് ഗ്രിപ്പ് പറഞ്ഞതിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം ക്ലോസ് ആയിട്ട് പിടിക്കുക. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഞാൻ ചെസ്റ്റിൻ്റെ, അതായത് ലോവർ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് കുറച്ചുകൂടി ഇറക്കുക. ചെസ്റ്റ് കൊണ്ടല്ല പുഷ് ചെയ്യണം, ഞാൻ ലോവർ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇറക്കി ക്ലോസ് ഗ്രിപ്പായി പിടിച്ച് അത്രയ്ക്കും ഏറ്റവും പീക്ക് സ്ട്രെച്ചിലെത്തിയിട്ട് പുഷ് ചെയ്യും. എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണ പോലെ തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് 7 റെപ്സിൽ ഫെയിലായി, 8 റെപ്പ് കിട്ടിയില്ല. സോ ഐ വിൽ നോട്ട് ദിസ് ഡൗൺ. പിന്നെ ചെയ്യേണ്ടത് പ്രോഗ്രസീവ് ഓവർലോഡ്. ഈ ഒരു മൂവ്മെൻറ്റിൽ അത്യാവശ്യം ഹെവി പോവാം, ലൈക്ക് ഒരു കോമ്പൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുക തന്നെ. അപ്പോൾ ഒരു സെറ്റ് കൂടി നമുക്കിത് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ പീക്ക് സ്ട്രെച്ചും അതുപോലെ തന്നെ പുഷ് ചെയ്യുക ടു ഫെയിലിയർ. സെക്കൻഡ് സെറ്റും 7 റെപ്സിന് കിട്ടി. പിന്നെ ഞാൻ ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത് ഡ്രോപ്പ് സെറ്റാണ്. എൻ്റെ മിക്ക വർക്കൗട്ടിൽ നിങ്ങൾ ഡ്രോപ്പ് സെറ്റ്സ് കണ്ടിട്ടുണ്ടാവും. ട്രൈസെപ്പിൻ്റെ അപ്പോൾ ഡ്രോപ്പ് സെറ്റ് 10 kg രണ്ട് സൈഡ് ഊരി 20 kg അടിക്കും ഒരു 5 റെപ്സിന്, അത്രയ്ക്ക് സ്ലോ ആയിട്ട്. സോ 2 ഹാർഡ് സെറ്റ്. ഞാൻ അത്രയ്ക്ക് ഫെയിലിയറിലേക്കാണ് 2 സെറ്റും പോയത്. അതുകൊണ്ടാണ് എൻ്റെ വോളിയം കമ്പാരിറ്റീവ്ലി കുറവ്, 6 സെറ്റ്സ് എന്നുള്ളത്. ഞാൻ പിന്നെ രണ്ടാമത്തെ സെറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഡ്രോപ്പ് സെറ്റ് പോയി. ഇത് എല്ലാ സെറ്റിലും ചെയ്യരുത്. ലൈക്ക് ഞാനിതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഇത് മെയിൻ ഒരു എക്സസൈസ് ആണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സെറ്റിൽ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടി തുടങ്ങിയിട്ട്. കാരണം ഫെയിലിയർ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ ഒരു സെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതിലൂടെ എനിക്ക് ഏത് മസിലായാലും എനിക്ക് അതിലൂടെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയും. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ ചിലപ്പോൾ പറയും ഡ്രോപ്പ് സെറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര എനർജി ഡ്രെയിൻ ആവുമെന്ന്. പക്ഷേ എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ചെയ്ത് നോക്കുക, ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം നമ്മളൊരു ഫെയിലിയർ സെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ബേസിക്കലി. കൺട്രോൾ. ഇതാണ് നെക്സ്റ്റ് മൂവ്മെൻറ്റ്. എന്തുകൊണ്ട് തിരിഞ്ഞെന്ന് അടിക്കുന്നു, ലൈക്ക് നമ്മളും അട്ടേ ആംഗിളാണെങ്കിൽ ഞാൻ ഭയങ്കര കോറ് ബ്രേസ് ചെയ്യണം. ലോവർ ബാക്കും അത്യാവശ്യം നമ്മൾ ഭയങ്കര ഫെയിലിയറിലേക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും, ലോവർ ബാക്കൊക്കെ കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് അടിക്കുമ്പോൾ എനിക്ക് മച്ച് മോർ സ്റ്റേബിളാണ്. എൻ്റെ ട്രൈസ് മാത്രമേ വർക്കാവുള്ളൂ. ഞാനിത് ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ടതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തപ്പോൾ വെയിറ്റ് ഓബിയസ്ലി അത്ര പുഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ഈഗോ ലിഫ്റ്റിംഗ് അല്ല കാര്യം, വെയിറ്റ് എത്ര നമുക്ക് എഫിഷ്യൻ്റായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിനെ കാര്യം. അതുകൊണ്ട് ഇതെനിക്കൊരു നല്ലൊരു മൂവ്മെൻ്റായി തോന്നി. അപ്പോൾ ഞാൻ അത് ഇൻകോപ്പറേറ്റ് ചെയ്തു. ഇതും ഞാനൊരു 1 അഥവാ 2 സെറ്റ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യണേ. മോസ്റ്റ് പ്രോബ്ലി 2 സെറ്റ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 സെറ്റ്സ് ഉണ്ടാവും. ഇതിലും നിങ്ങളുണ്ട് എത്ര മെല്ലെ പോകാൻ പറ്റും അത്രയ്ക്ക് മെല്ലെ പോകണം ഞാൻ. എനിക്ക് അങ്ങനെ അടിക്കുമ്പോഴാണ് മക്കൾ നല്ല രീതിയിൽ ഹൈപ്പർട്രോഫി കാണുന്നത്. എനിക്ക് അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ 8th റെപ്പ് കഴിഞ്ഞു അപ്പം തന്നെ പെട്ടെന്ന് വിടരുത്. ആ ഒരു റെപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. മെല്ലെ ആ ഫെയിലിയർസ് ഫുള്ള് തീർത്തിട്ട് വിടുക. ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പ് തീർന്നെങ്കിൽ അപ്പോൾ തന്നെ കഴിഞ്ഞു പിന്നെ നേരെ ഒരു വിടല. അതല്ല, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. സോ 4 സെറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പമ്പ് ചെക്ക് ചെയ്യാം.
ട്രൈസെപ്പിൻ്റെ ട്രെയിനിങ് വരുമ്പോൾ മേജർ രണ്ട് പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. രണ്ട് രീതിയിലുള്ള മൂവ്മെൻറ്റ്. ഒരെണ്ണം ഒരു പുഷ് ഡൗൺ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യണ മൂവ്മെൻറ്റും പിന്നെ ഓവർ ഹെഡിലുള്ള ഒരു മൂവ്മെൻറ്റ്. ഈ രണ്ടെണ്ണം മാത്രം മതി. അത് എത്ര സെറ്റ് എങ്ങനെയാണ് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ ട്രൈസെപ്പ് ട്രെയിനിങ്ങിലേക്ക്. അപ്പോൾ രണ്ട് സെറ്റ് ക്ലോസ് ഗ്രിപ്പ്, രണ്ട് സെറ്റ് മറ്റേ പുഷ് ഡൗൺ ഓപ്പോസിറ്റ് ഇടുന്നുണ്ട് ഓവർ ഹെഡ് മൂവ്മെൻറ്റ്. ഞാൻ യൂഷ്വലി ഇത് രണ്ട് സെറ്റ് അടിക്കും, അല്ലെങ്കിൽ അതൊരു സെറ്റും ഞാൻ ഡമ്പൽ ഒരു സെറ്റും അടിക്കുക ഓവർ ഹെഡ് തന്നെ. ഇനി ഞാൻ ചിന്തിക്കുന്നത് അതൊരു സെറ്റും ഇതൊരു സെറ്റ് അടിക്കാമെന്നാണ്. ഓവർ ഹെഡ് ഏത് മൂവ്മെൻറ്റും ചൂസ് ചെയ്തിട്ട് അതിൽ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ചില ആൾക്കാർ നേരെ പിന്നിന്ന് വലിക്കുന്നതാണ്, പക്ഷേ എനിക്കതെന്താ വെച്ചാൽ ഷോൾഡറിന് കുറച്ച് പ്രശ്നമാകുമെന്ന് തോന്നും. കാരണം അവസാനം ഫെയിലിയർ ലിപ്പിലേക്ക് ചിലപ്പോൾ കിട്ടില്ല, എനിക്ക് കുറച്ച് പേടിയായില്ല. അതുകൊണ്ട് ഞാൻ ഈ മൂവ്മെൻറ്റ് ചൂസ് ചെയ്യണം. ഇതിൽ എനിക്ക് നല്ല സ്ട്രെച്ച് കിട്ടും, ഞാൻ അത്രയ്ക്ക് അറ്റത്തേക്ക് പോവും. ഒന്നിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നിലേക്കുള്ള ഓവർ ഹെഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡംബൽ ചൂസ് ചെയ്യാം. ഇതും അല്ലെങ്കിൽ ഫ്രഞ്ച് പ്രസ് എന്നാണ് സ്കൾ ക്രഷർ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 4 മൂവ്മെൻറ്റ് ഉണ്ട്, അതിൽ ഏതിലും ചൂസ് ചെയ്തിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെച്ചിനെ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം സോളിഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അത്രയ്ക്കും നിങ്ങൾക്ക് ട്രൈസെപ്പിനെ എൻഗേജ് ചെയ്യാൻ പറ്റിയ ഒരു മൂവ്മെൻറ്റിൽ അത് പറ്റാത്ത വെയിറ്റ് ചൂസ് ചെയ്യരുത് ബേസിക്കലി. അപ്പോൾ സ്ലോലി പ്രോഗ്രസ് ചെയ്യുക, റേഞ്ച് ഓഫ് മോഷൻ പക്കിയാക്കുക. സോ ഓവർ ഹെഡ് ഒരു സെറ്റ്, ലാസ്റ്റ് സെറ്റാണിത് ഡംബലിൽ അടിക്കണേ. ഇത് ഫെയിലായി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഇത് 20 kgs. ഞാനൊരു 15 kgs ഡ്രോപ്പ് സെറ്റ് അടിക്കും, ഒരു 5 reps കൂടി. സോ അല്ലേ, സെറ്റിലേക്ക് നീങ്ങാം. സോ ട്രൈസെപ്പ് സെഷൻ കഴിഞ്ഞു. 6 ടോട്ടൽ സെറ്റ്സ്, എല്ലാ സെറ്റും ഫെയിലിയറിലേക്ക്. ഈ വർക്കൗട്ട് ട്രൈ ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയുക. ഇതാണ് എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഓവർ ദി ഇയേഴ്സ് ഇത് സ്റ്റാഗ്നേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ചേഞ്ചസിന് വേറെ എന്തെങ്കിലും ഇൻകോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാം ഇനിയുണ്ട്. ബോഡി ബിൽഡിങ് ഒരു വലിയൊരു ഗെയിമാണ്. അപ്പോൾ പോസിങ് ഒന്നും ഉണ്ടാവില്ല, കാരണം എനിക്കിനി ബൈസെപ്പ് സെഷൻ ഉണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് പോകണം. വീഡിയോ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യണം പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എക്സാം വീക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരാഴ്ച, കാരണം 5 days കുറച്ച് ലാക്കിങ് ആവും. പക്ഷെ എന്നാലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ നോക്കാം, ഞാൻ ഇനി പറയാൻ പറ്റുള്ളൂ. സോ വീഡിയോ ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. സ്റ്റേ സ്ട്രോങ്, സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.